സുനിൽ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ നടന്ന ഏറ്റവും പ്രമാദമായ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്. പത്തനംതിട്ട ജില്ലയിൽ കോന്നി വകയാറിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. പോപ്പുലർ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഓരോ മാസത്തെയും അപ്ഡേറ്റ് നമ്മൾ ഈ ചാനൽ കൂടി നിക്ഷേപകർക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കീർണമായ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് ഇത്. പാർലമെൻറ്റ് പാസ്സാക്കിയ ബഡ്സ് ആക്ട് 2019 ആദ്യമായി കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത കേസും ഇതാണ്. കേരളത്തിൽ പ്രധാനമായും 11 ജില്ലകളിലാണ് പോപ്പുലർ ഫിനാൻസിന് സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉള്ളതായി കണക്കാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം നിക്ഷേപകർക്കറിയാം, 9/4/25 കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ വന്ന ഒരു പരസ്യമാണ്. കേരള ഗവൺമെൻറ് നിയോഗിച്ച കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് കേരളയുടെ പേരിലാണ് ഈ പരസ്യം വന്നിട്ടുള്ളത്. ഈ പരസ്യപ്രകാരം പോപ്പുലർ ഫിനാൻസിനാൽ വഞ്ചിതനായ നിക്ഷേപകർക്ക് നിക്ഷേപകരുടെ അതാത് ജില്ലകളിൽ കളക്ടർമാർക്ക് സമർപ്പിക്കാനുള്ള ക്ലെയിം പെറ്റീഷൻ്റെ ഫോമാണ് ഉള്ളത്. നിക്ഷേപകർ ഈ അവസരം ഉപയോഗിച്ച് തങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി രജിസ്റ്റേർഡ് തപാലിൽ അതാത് ജില്ലാ കളക്ടർമാർക്ക് രജിസ്റ്റേർഡായിട്ട് ക്ലെയിം പെറ്റീഷൻ ഫോം ചെയ്ത് അത് രേഖപ്പെടുത്തി ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കളക്ടറിൽ നിന്നും ആലപ്പുഴയുള്ള ബഡ്സ് കോടതിയിൽ ഇത് ഫോർവേഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിക്ഷേപകർ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി എത്രയും പെട്ടെന്ന് ക്ലെയിം പെറ്റീഷൻ അതാത് ജില്ലാ കളക്ടർമാർക്ക് അയച്ചു കൊടുക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. സംശയമുള്ളവർ അതാത് കോർഡിനേറ്റർമാരുമായി കൂടി ബന്ധപ്പെടണം. വളരെ സങ്കീർണമായ നാൾവഴികളിൽ കൂടിയാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകൾ കണ്ട നിക്ഷേപകർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അനുമാനിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളായ CBI, SFIO, ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നീ അന്വേഷണ ഏജൻസികളാണ് ഈ തട്ടിപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. CBI അതിൻ്റെ മൊഴിയെടുപ്പ് ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കുറ്റപത്രം ഇതുവരെ ഭാഗികമായി മാത്രമേ CBIക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അവർ അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിലും ആന്ധ്രയിലുമുള്ള പോപ്പുലർ ഫിനാൻസിൻ്റെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കേരള സർക്കാർ നിയമിച്ച കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു. ഇത് ഏതാണ്ട് 65 കോടിയോളം രൂപ വരുമെന്നാണ് അനുമാനിക്കുന്നത്. ഈ തുക ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കോമ്പിറ്റൻ്റ് അതോറിറ്റി PMLA കോടതിയിൽ, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കോടതിയുടെ ഉത്തരവുണ്ടായാൽ ഉടൻ തന്നെ ഈ ED ഈ തുക കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് കൈമാറും. ഈ തുകയാണ് നിക്ഷേപകർക്ക് ബഡ്സ് കോടതി മുഖേന നൽകാൻ കോമ്പിറ്റൻ്റ് അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ക്ലെയിം ഫോമുകൾ സമർപ്പിക്കാനാണ് 9/4/25 പത്രപരസ്യം വന്നിരിക്കുന്നത്. എത്ര സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും ഒരു ക്ലെയിം ഫോമിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ച് നിക്ഷേപകർക്ക് തങ്ങളുടെ അതാത് ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് ഓഫീസിൽ രജിസ്റ്ററായിട്ട് ഈ ക്ലെയിം പെറ്റീഷൻ സമർപ്പിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ PMLA കോടതിയിൽ പോപ്പുലർ ഫിനാൻസിൻ്റെ വക്കീൽ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. വിചാരണ നടത്തിയ അന്തിമ വിധി വരുന്നതിന് മുമ്പ് പണം നിക്ഷേപകർക്ക് കൈമാറരുത് എന്നാണ് അവരുടെ വാദം. പക്ഷെങ്കിൽ ഈ വാദം കോടതിയിൽ നിലനിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കേരളത്തിലേതാണ്ട് 11 ജില്ലകളിലായിട്ടാണ് പ്രധാനമായും പോപ്പുലർ ഫിനാൻസിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ ഏതാണ്ട് 5 ജില്ലകളിൽ മാത്രമേ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെൻറ്റ് അബ്സല്യൂട്ട് നടത്തി കഴിഞ്ഞിട്ടുള്ളൂ. ഈ സ്വത്തുവകകൾ അബ്സല്യൂട്ട് ആകുന്നതുമായി ബന്ധപ്പെട്ട് അതാത് ജില്ലാ കളക്ടർമാരാണ് അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ജില്ലകളിലേക്കും പോപ്പുലർ ഫിനാൻസിൻ്റെ കണ്ടുകെട്ടിയ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഡിസ്ട്രിക്ട് കളക്ടർമാർ മുഖേന പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെൻറ്റ് അബ്സല്യൂട്ടാക്കി ആലപ്പുഴ ബഡ്സ് കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതുപോലെ സുപ്രീം കോടതിയിൽ ED സമർപ്പിച്ച ഒരു കേസാണ്. അതായത് പോപ്പുലർ ഫിനാൻസ് MP തോമസ് ഡാനിയലിൻ്റെ ജാമ്യം
കേരള ഹൈക്കോടതി അനുവദിച്ചത് റദ്ദാക്കാനുള്ള ഒരു കേസ്. അതിൽ നിക്ഷേപകരുടെ ഏറ്റവും വലിയ സംഘടനയായ PFDA, അതായത് പോപ്പുലർ ഫിനാൻസ് ഡെപ്പോസിറ്റ് അസോസിയേഷൻ, സുപ്രീം കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകൻ മുഖേന കേസിൽ കക്ഷി ചെയ്തിരിക്കുന്ന വിവരവും നിക്ഷേപകർക്ക് അറിയാവുന്നതാണല്ലോ. ആ കേസ് ഇപ്പോൾ നടന്നു വരികയാണ്. അതുപോലെ പോപ്പുലർ ഫിനാൻസിനെ സംബന്ധിച്ച വിവിധ കേസുകൾ വിവിധ കോടതികളിലാണ് നടന്നു വരുന്നത്. ഏതാണ്ട് 2000 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസ് നടത്തിയത്. കേരളത്തിലും കേരളത്തിന് വെളിയിലുമായി ഏതാണ്ട് 279 ബ്രാഞ്ചുകൾ തുറന്ന് ഈ ക്ഷുദ്രജീവികൾ നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിച്ചു കൊണ്ടിരുന്നത്. 30,000-ഓളം നിക്ഷേപകരാണ് ഈ കേസിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. അതിനിടെ വരുന്ന വേറൊരു പുതിയ വാർത്തയനുസരിച്ച് പോപ്പുലർ ഫിനാൻസിൻ്റെ 18ഓളം ആഡംബര വാഹനങ്ങൾ അത് പത്തനംതിട്ട AR ക്യാമ്പിൽ കിടന്ന് നശിച്ചു പോവുകയാണ്. ഈ മാസം, അതായത് ഏപ്രിൽ 21-ന് ലേലത്തിൽ വയ്ക്കുകയാണ് എന്ന് നമുക്ക് ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ഫിനാൻസിൻ്റെ കേരളത്തിൽ പ്രവർത്തിച്ച ബ്രാഞ്ചുകൾ ഹൈക്കോടതി വിധി അനുസരിച്ച് കാലിയാക്കിയപ്പോൾ ലഭിച്ച സ്വർണം, അതുപോലെ ക്യാഷ് എന്നിവ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുകെട്ടി സംസ്ഥാന ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരവും നിക്ഷേപകർക്ക് അറിയുള്ള കാര്യമാണല്ലോ. അതുപോലെ ഒരുപാട് ഫർണിച്ചറുകളുണ്ട്. അതൊക്കെ പോപ്പുലർ ഫിനാൻസിൻ്റെ ഹെഡ് ഓഫീസായിട്ടുള്ള പത്തനംതിട്ട വകയാറിലെ അവരുടെ ഹെഡ് ഓഫീസിലും സൂക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ നിരവധി സ്ഥാവര ജംഗമ വസ്തുക്കൾ ലേലം ചെയ്യാനുമുണ്ട്. അധികം കാലതാമസം ഇല്ലാതെ തന്നെ ഇതെല്ലാം ബഡ്സ് കോടതി ലേലം ചെയ്ത് നിക്ഷേപകർക്ക് അത് വിതരണം ചെയ്യുമെന്ന് നമുക്ക് അനുമാനിക്കാം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIയുടെ അന്വേഷണവും സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പോപ്പുലർ ഫിനാൻസ് ഉടമകൾ വിദേശത്തേക്ക് ഒരുപാട് പണം കടത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുന്നു. നിക്ഷേപകരുടെ ഏറ്റവും വലിയ സംഘടനയായ PFDA, അതായത് പോപ്പുലർ ഫിനാൻസ് ഡെപ്പോസിറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇത്തരണത്തിൽ നടത്തുന്ന നിസ്വാർത്ഥ സേവനങ്ങളെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. നിക്ഷേപകർ ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സർവ്വസമയവും അവരുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചാണ് അവർ നമ്മുടെ പോപ്പുലർ ഫിനാൻസിൻ്റെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്കും ഒക്കെ അവർ സമയം കെട്ടുന്നത്. അതുപോലെ പത്തനംതിട്ട തിരുവല്ലയിലുള്ള പൊടിയാടിയിലുള്ള ശ്രീ ജോർജ് അച്ചായൻ്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഇത്തരണത്തിൽ അഭിനന്ദിക്കാം. അദ്ദേഹം സ്വന്തം സമയം മാറ്റിവെച്ചും പ്രായാധിക്യം മാറ്റിവെച്ചുമാണ് അദ്ദേഹം ഈ കേസുമായിട്ട് മുന്നിട്ടിറങ്ങുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കാം. നമ്മുടെ എല്ലാം കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ കേസ് ഇത്ര വരെയെങ്കിലും എത്തിക്കാൻ സാധിച്ചത്. ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഏതാണ്ട് 100ഓളം നിക്ഷേപകർ മരണപ്പെട്ട ഒരു തട്ടിപ്പ് കേസാണിത്. അവരുടെ ആത്മാവിന് നീതി ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഈ കേസ് വിജയിക്കേണ്ടത് നമ്മുടെ ഒരു ധർമ്മമാണ്, കടമയാണ്. പോപ്പുലർ ഫിനാൻസുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് വാർത്തകൾ എല്ലാ മാസവും അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ചാനൽ നിക്ഷേപകർക്ക് തരുന്നുണ്ട്. പുതിയ പോപ്പുലർ ഫിനാൻസിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഈ ചാനൽ മുഖാന്തരം നിക്ഷേപകർക്ക് ഇനിയും തരുന്നതാണ്. എല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു.